ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് AI വീഡിയോ ആണ്. പല ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു അടുത്ത കാലത്തായിട്ട് ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കോക്കനട്ട് ലീവ്സ് AI. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ കോക്കനട്ട് ലീവ്സ് AI നിർമ്മിക്കുന്നത്. കോക്കനട്ട് ലീഫ് AI നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ജെമിനി ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പോഴെല്ലാവരുടെയും കയ്യിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ജെമിനി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ 2 പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇമേജ് നിർമ്മിക്കാനും ഒന്ന് വീഡിയോ നിർമ്മിക്കാനും. അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ജെമിനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഗാലറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തു നിന്നും ഏത് ഇമേജ് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനൊരു ആക്ടറിൻ്റെ ഇമേജാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം താഴെ കാണുന്ന ആഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ ജെമിനി ആപ്ലിക്കേഷനിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ 2 പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യത്തെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഇമേജിൻ്റെ പ്രോംപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത ആ ഒരു ഇമേജിനെ താഴെയായിട്ട് പേസ്റ്റ് ചെയ്യുക. ശേഷം വലതുവശത്ത് കാണുന്ന ഒരു ഏറോ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു AI ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു AI വീഡിയോ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോയ്ക്ക് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ആ ഒരു സേവ് ബട്ടൺ അമർത്തിയിട്ട് ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ഫ്ലോ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഫ്ലോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് വിത്ത് ഫ്ലോ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു Gmail ID വെച്ചിട്ട് ഈ ഒരു വെബ്സൈറ്റിന് സൈൻ ഇൻ ചെയ്യണം. ഞാനിവിടെ ഒരു Gmail ID സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കൊരു പോപ്പപ്പ് മെസ്സേജ് കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിലിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു നെക്സ്റ്റ് ഭാഗം സെലക്ട് ചെയ്യുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ന്യൂ പ്രൊജക്റ്റ്. ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ടു വീഡിയോ. ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്രെയിം ടു വീഡിയോ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ 2 പ്രോംപ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇമേജ് നിർമ്മിക്കാനും ഒന്ന് വീഡിയോ നിർമ്മിക്കാനും. അതിൽ നിന്ന് നിങ്ങൾ വീഡിയോ നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റാണ് കോപ്പി ചെയ്തെടുക്കേണ്ടത്. ആ ഒരു വീഡിയോ നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും ജനറേറ്റ് എ വീഡിയോ വിത്ത് ടെക്സ്റ്റ് ആൻഡ് ഫ്രെയിംസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോംപ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പ്രോംപ്റ്റിന് താഴെയായിട്ട് 2 പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഇടതുഭാഗത്തുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മുകളിലായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു അപ്ലോഡ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ അഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ജെമിനി ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു AI ഫോട്ടോ നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ശേഷം മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഡൺ ഭാഗം സെലക്ട് ചെയ്യുക. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ക്രോപ്പ് ആൻഡ് സേവ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് വലതുവശത്തായിട്ട് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഏറോ മാർക്ക് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ കോക്കനട്ട് ലീവ്സ് AI വീഡിയോ ആയിട്ട് മാറുന്നതായി. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് ഇവിടെ AI വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയ്ക്ക് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺലോഡ് ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഒറിജിനൽ സൈസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.